കൊട്ടുമില്ല കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഇടക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഭജൻസ് ടീമുകൾ വന്നിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസ് ആണ് ഈ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചത്. അവർ 10-25 വർഷമായിട്ട് ഇങ്ങനെ ആളുകൾ മാറി മാറി അവരുടെ ടീം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഭജന എന്നൊക്കെ പറയുന്നത് ഭജൻസ് എല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന സമയത്ത് ശരിയാ, മനസ്സിനൊരു കുളിർമ അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം, സന്തോഷം, പിന്നെ ഒരു ഭജനയാണ് എന്നൊക്കെ തോന്നും നമുക്ക്. അതിങ്ങനെ കേട്ട് അലിഞ്ഞിരിക്കാൻ വേണ്ടി തോന്നും. പക്ഷേ അവരുടെ പിൻപറ്റി, അതായത് അവർ ചെയ്യുന്നത് കണ്ട് ഒരുപാട് ടീമുകൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്. അതിൽ എന്താ പറയുക, പെൺകുട്ടികളുടേതുണ്ട്, ആൺകുട്ടികളുടെ ഉണ്ട്, അങ്ങനെ പല ടീമിൻ്റെ ഉണ്ട്. അപ്പം ഈ പറയുന്ന അമ്പലങ്ങളിലും ഈ പറയുന്ന എന്തെങ്കിലും പ്രത്യേക പരിപാടികളിലും പോയിട്ട് ഈ ഭജന അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള എന്താ പറയുക, ഈ ഒരു ടീനേജിലുള്ള അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരായിട്ടുള്ളവർ നടത്തുന്ന ഭജന എന്ന് പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിനെ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നതാണെന്നുള്ളത് ഒരു കാര്യം. അത് പോട്ട്, അത് കുഴപ്പമില്ല. അതിപ്പോൾ ഒരാൾ ചെയ്തു എന്ന് വെച്ചിട്ട് വേറെ ടീമുകൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അതിപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരാൾ റിയാക്ട് ചെയ്ത സാധനം നമുക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ഉള്ളൂ. അതായത് ഒരു ടീം വന്നു, അവരെ കണ്ടിട്ട് ഓക്കെ നമുക്കും ഇത് ചെയ്താലോ എന്നെല്ലാം വിചാരിച്ചിട്ട് ചെയ്യുന്ന ടീമുകൾ ഉണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി ചെയ്യണം എന്നുള്ളതാണ് ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു ടീമിൻ്റെ അവരുടെ പരിപാടിയെല്ലാം കണ്ടിട്ട് പാട്ട് പാടാൻ അറിയുന്ന കുറച്ച് പേരെല്ലാം ചേർന്നിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേപോലെ പ്രോഗ്രാംസിന് പോകുന്നു, അവർ പാട്ട് പാടുന്നു. ഓക്കെ, ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഗാനമേള അല്ലെങ്കിൽ റാപ്പ് സോങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈവ് കോൺസേർട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഭജൻസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പല ഭജൻസ് ടീമും അല്ലെങ്കിൽ ഭജന ടീമും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം തന്നെ ഇപ്പോൾ ഈ രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള ഈ പാട്ട് പാടിയില്ലേ, ഈ പാട്ട് വേറെ ഭജൻസ് ടീം പാടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ പാട്ടുകാരൊന്നുമില്ല, പക്ഷേ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പാടുന്നത് മാത്രമേ ഉള്ളൂ. ഇതാ ഇങ്ങനെ. കൊട്ടുമില്ല കൊട്ട് കൊട്ട് ചേട്ടാ, കൊട്ടില്ല, കൊട്ടുമില്ല. അതായത് വാരി വെതറുമാണ് എന്ത്, ക്യൂട്ട്നെസ്. നിങ്ങൾക്ക് ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറാനും നിങ്ങൾക്ക് എന്താ പറയുക ഇതൊക്കെ കാണിക്കാനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗാനമേള ട്രൂപ്പിലോ നമ്മുടെ റിമി ടോമിൻ്റെ ട്രൂപ്പിലോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെ പോയിട്ട് ചെയ്യണം. ഇത് ഭജന എന്ന് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കാണുന്നവർക്കൊരു ഇത്. അല്ലാണ്ട് ഈ പറയുന്ന അമ്പലത്തിൻ്റെ മറ്റേ ഉത്സവ പരിപാടിക്കെല്ലാം വന്നിരുന്നിട്ട് നിങ്ങളുടെ ഈ കോസ്റ്റ് കളി കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ക്യൂട്ട്നെസ് വാരി ഇങ്ങനെ വിതറിയിട്ടുണ്ടെങ്കിൽ ഹിറ്റാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മാത്രമല്ല, പാട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് പാട്ടറിയാത്ത നമുക്ക് വരെ നാണക്കേട് വന്നു പോകും. അമ്മാതിരിയാണ് പാടുന്നത്. അതായത് നന്ദഗോവിന്ദം ഭജൻസ് തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ആ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വെറുതെ ഗോഷ്ടി കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ഈ പറയുന്ന ഭജൻസിൻ്റെ ഒരുപാട് ടീമിൻ്റെ കാണുന്നുണ്ട്. അതിൽ ചില ടീമുകൾ വന്നിട്ട് കളിക്കുന്ന കളി കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വെച്ചിട്ട് ഓടാൻ വേണ്ടി നമുക്ക് തോന്നും. പിന്നെ നേരിട്ടൊറ്റ കാണുന്നവരുടെ കാര്യം പറയാനുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾ ഭജനയല്ലേ ചെയ്യുന്നത്. ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ അല്ല അമ്പലത്തിലെ ഒരു പരിപാടിക്ക് പോയിരുന്നിട്ട് നിങ്ങൾ അങ്ങനെ അറിയണ്ടേ, കൊട്ടുമില്ല അതാ വേണ്ടത്, അങ്ങനല്ലല്ലോ. അപ്പം 1-2 ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരാളെയും കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ ചെയ്യുന്നതല്ല കേട്ടോ. സംഭവം ഈ പറയുന്ന ഭജനയും ഗാനമേളയും ഈ പറയുന്ന റാപ്പ് സോങ്സും ഇതെല്ലാം വേറെ വേറെ ആണെന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ.
അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതായിരിക്കും അവരുടെ രീതി, ഇവരുടെ രീതി ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ എന്നാലും അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ കാണിക്കണേ. കാരണം വെച്ചാൽ ഇപ്പോൾ ഏതൊരു പാട്ടറിയാത്ത ഒരാൾക്കും ഇതിലും നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ പല വീഡിയോസും കണ്ടതിൽ, അതായത് ഒരു ശ്രുതി എന്ന് പറഞ്ഞ സാധനമില്ല, അല്ലെങ്കിൽ ഒരു താളമില്ല, അങ്ങനെയെല്ലാം പാടിക്കൂട്ടി എങ്ങനെയെങ്കിലും 1.5 മണിക്കൂർ എന്താ പറയുക നാട്ടുകാരെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. ഇതിപ്പം ഈ ഒരു ടീമിനെ മാത്രമായിട്ട് പറയുന്നില്ല കേട്ടോ, എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ക്യൂട്ട്നെസ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഭജന എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ഇതേപോലെ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ഗാനമേളയോ അല്ലെങ്കിൽ വേറെ വല്ല പരിപാടിക്കും പോവാം. ഈ ഭജന എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തുള്ള ഭജന എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു. നമ്മൾ എന്താ പറയുക, അമ്പലത്തിലെല്ലാം പോയിട്ട് വല്ലപ്പോഴും പണ്ടൊക്കെ ഈ പറയുന്ന കാലമൊക്കെ ആവുന്ന സമയത്ത് ഭജന ഉണ്ടാവലുണ്ട്. ആ സമയത്തൊക്കെ ഭക്തിയാണ് അവിടെ മെയിൻ. ഇപ്പം നിങ്ങൾ ഭക്തിയിൽ ഇതാവണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പക്ഷേ ആ സമയത്ത് ഇതൊരു ഭജന ടീമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭജൻസ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അവിടെ വന്ന് ഒരുപാട് പേര് ഇതേപോലെ കമൻസും പറയുന്നുണ്ട്. ഈ പരിപാടി കാണാൻ വേണ്ടി പോയവരും പറയുന്നുണ്ട്. അതായത് ഭജനയാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് ഗാനമേള ടൈപ്പായി പോയി എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളിപ്പോൾ നല്ല ടീമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന കുറച്ച് ഓവറായിട്ടുള്ള പരിപാടികളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. പക്ഷേ ഇത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു, കാരണം നന്ദഗോവിന്ദ ഭജൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു പോവും, കേട്ടിരുന്നു പോവും. അത് അവർ ആ ഒരു ഭജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭജൻസ് അല്ലെങ്കിൽ ആ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഭക്തിഗാനം മാത്രമല്ല അവർ പാടുന്നത്, സിനിമാ പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ട് പാടുമ്പോഴാണെങ്കിലും അവർ ആ ഒരു എന്താ പറയുക ഒതുക്കം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലാണ് പാടുന്നത്. അല്ലാതെ അവിടെ വന്നിട്ട് വെറുതെ മുഖം കൊണ്ടും കണ്ണുകൊണ്ടും ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യൂട്ട്നെസ് അല്ല അവിടെ അവർ വാരി ഉതർന്നത്. അവരവിടെ പാട്ടിനാണ് മെയിനായിട്ടുള്ള ഇത് കൊടുക്കുന്നത്. പാട്ടിനാണ് മെയിൻ സംഭവം കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ള കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മുടെ അതൊക്കെ സൈഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് അതൊക്കെ ചെയ്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭജൻസ് എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഗാനമേള ട്രൂപ്പെന്നോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പം എനിക്ക് പറയണമെന്ന് തോന്നി. കുറേ വീഡിയോസ് ഉണ്ട്, ഫേസ്ബുക്കൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ അയ്യോ കൊട്ടുമില്ല ഇല്ല ഇങ്ങനെയൊക്കെ. എന്താ പറയാം, ശരിയാണ്. ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. കാരണം നല്ല നല്ല ടീമുകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ മുമ്പിൽ കുറച്ചൊരു സെറ്റപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളും തരവും സന്ദർഭവും നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വല്ല ഏതെങ്കിലും മറ്റേ എന്താ പറയുക സാധാരണ എന്തെങ്കിലും പരിപാടിക്കെല്ലാം പോകുന്നതാണെങ്കിൽ എന്ത് വേണമെങ്കിലും കളിക്കാം. പക്ഷേ ഇപ്പം ഈ അമ്മമ്മമാരും മറ്റേ അപ്പപ്പന്മാരെല്ലാം വന്നിരിക്കുന്ന ഭജന കാണാൻ വന്നിരിക്കുന്ന അവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് കേൾക്കാൻ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇതുണ്ട്, അതായത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആണോ നിങ്ങളും വിചാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.